ഇങ്ങനെ ഇവള് കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞാ തീരില്ലെന്ന്. പണ്ടാരോ ഇവളോട് പറഞ്ഞു ഇവളുടെ ശബ്ദം നല്ലതാണ്, പാട്ട് പഠിക്കണമെന്ന്. 5-6 മാസം ഒരു ഭാഗവതര് തല കുത്തി എന്നിട്ട് സ്വരങ്ങൾ പോലും പഠിക്കാൻ പറ്റില്ലെന്ന്. എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു കുതിരക്കൊമ്പ് പാലിലരച്ച് 3 ദിവസം കഴിച്ചാൽ മതി അസലായിട്ട് പാടാൻ പറ്റുന്നു. 3-4 കൊല്ലം മുമ്പ് ഒരു ഈ കഴുത കുതിരക്കൊമ്പ് അന്വേഷിച്ച് നടക്കായിരുന്നു. കുതിരക്ക് കൊമ്പില്ലെന്ന് ഏത് കൊച്ചുകുട്ടിക്കാടി അറിയാത്തത്? കൊമ്പുള്ള ഒരുതരം കുതിരകൾ ഉണ്ടെന്ന് കാര്യമായിട്ടും പറഞ്ഞോണ്ടല്ലേ ഞാൻ വിശ്വസിച്ചത്. കേട്ടോ, ഞാൻ ഉണവറണല്ല. ഇവിടെ SLC 3 പ്രാവശ്യം തോറ്റയിലല്ല. 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള പടികളെല്ലാം ചവിട്ടി കയറി 1 കൊല്ലം പോലും തോക്കാതെ ഇവളെങ്ങനെ 10-ാം ക്ലാസ് വരെ എത്തി എന്നുള്ളത് ലോക അത്ഭുതമല്ലേ? മതി ചിരിച്ചത്. ബുദ്ധിയും ബോധമൊന്നുമില്ല, സമ്മതിച്ചു. അമ്മു, നമ്മൾ വെറുതെ തമാശ പറയണതാ. പറഞ്ഞോളൂ. നിങ്ങൾ ബുദ്ധിയും ബോധമൊക്കെ ഉള്ളവര്. കാര്യേട്ടൻ പറഞ്ഞൊക്കെ മാത്രമേ അമ്മ വിശ്വസിച്ചിട്ടുള്ളൂ. ഇനി എന്ത് നുണ പറഞ്ഞാലും വിശ്വസിച്ചൊന്നു വരും. പക്ഷെ അത് ബുദ്ധിയില്ലാത്തോണ്ട് മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അമ്മോ അമ്മോ, അയ്യോ ഇനി എന്താ ചെയ്യാ? ഓ ഒന്നുമില്ലെന്ന്, ഇതൊക്കെ ഇപ്പൊ തീരും. ഞാൻ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഇത് അവൾക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. കരയുന്ന ഞാൻ വിചാരിച്ചേ. ഞാൻ വിളിച്ചോണ്ട് വരാം. ഇപ്പൊ ചെന്ന് വിളിച്ച അവള് വലിയ പത്രാസ് കാണിക്കും. ചിറ്റി അവിടെ ഇരിക്കേ, അവള് വരും. നല്ല കുട്ടിയാണ് കേട്ടോ അവൾ. ചിലപ്പോ നമുക്ക് ദേഷ്യം വരും. എന്നാലും എനിക്ക് വലിയ ഇഷ്ടം അവള്. അയ്യേ, അമ്മ ഇത്ര മണ്ടിയായി പോയല്ലോ. മണ്ടിയാന്ന് അമ്മായും പറഞ്ഞു തുടങ്ങിക്കോളൂ. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ല. ഹരി അമ്മൂനെ കളിയാക്കണത് ഇഷ്ടം കൊണ്ടല്ലേ? തിരിച്ചതേപോലെ അങ്ങോട്ട് കളിയാക്കണം. അങ്ങനല്ലേ വേണ്ടത്? വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്ക് വേണ്ട. വാശി കളയൂ കുട്ടി. അമ്മൂന് വേണ്ടെങ്കിൽ ഞാനും കഴിക്കണില്ല, ഹരിയും കഴിക്കണില്ല. പട്ടിണി കിടക്കാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി കിടക്കാം. എന്താ, ഞങ്ങളെല്ലാം പട്ടിണി കിടാനാ അമ്മൂനിഷ്ടം? വാ, എഴുന്നേറ്റ് വാ. അമ്മായിയല്ലേ വിളിക്കണത്? വാ. ഇവക്ക് അമ്മയുടെ സ്വഭാവം കുറെ കിട്ടിയിട്ടുണ്ട്. വയറ്റില് തീ പിടിച്ചപ്പോ വഴക്കും പോയി പിണക്കവും പോയി. കഴുത. ഹരി മതി, കളിയാക്കൽ കുറച്ച് കൂടുന്നുണ്ട്. ഇനി എന്റെ അമ്മൂനെ കളിയാക്കിയ നല്ല അടി വെച്ചു തരും. ഓ, ഇപ്പൊ നിങ്ങളൊന്നായി, നമ്മള് പുറത്ത്. ഞാനല്ലേ പുറത്ത്? കഴുത. കഴിയാമോ, ലോകത്തെ ഏറ്റവും അനുസരണയും ഭക്തിയുള്ള മൃഗം കഴുതയാണ്. ആ ഗുണങ്ങളൊക്കെ ഉള്ള മൃഗത്തിന് പേര് വിളിക്കുന്ന മോശമാണോ? അത് കഴുതയല്ലേ, ഇത് മരക്കഴുത. അമ്മോ അമ്മോ, എന്ത് കഷ്ട ഹരി ഇത്. അത്ര ഗൗരവാണെങ്കിൽ അവള് പോട്ടെന്ന്. ഒരു രാത്രി പട്ടിണി ഇറന്ന ചത്തു പോത്തൊന്നുമില്ല. ഇത്തിരി തടിയും കുറയും. തമാശ ഇത്തിരി കൂടുന്നു, അധികമായാൽ ആരും അത് സഹിക്കില്ല. അമ്മോ, അമ്മൂട്ടി പിണക്കാ നീ? ഞാൻ പിണങ്ങിയാലെന്താ? പിണങ്ങിയാലെന്താ? ഇവളുടെ പിണക്കൊന്ന് മാറ്റിയിട്ട് എന്നെ കാര്യം. അമ്മ ചിരിക്കാൻ. ഇവിടെ പട്ടിണിയൊന്നല്ലോ.
ഇവള് വയറ് നിറച്ച ആപ്പിൾ കഴിച്ചിട്ട് കള്ളി. അത് മനസ്സിലായല്ലോ. ഇനി പൊയ്ക്കോളൂ. ഓ അല്ല ഞാന് ഓ. എന്തെങ്കിലും കഴിച്ചിട്ട് വായ ശരിക്ക് കഴിയില്ലെങ്കിൽ പല്ല് കേടൂരും കേട്ടോ. ഹരി എന്തൊക്കെ കഴിച്ചു അമ്മൂന് മനസ്സിലായിട്ടുണ്ടാവും. ദാ ഈ പാലുകൂടി കുടിക്കൂ, എന്നിട്ട് വാതിലടച്ചോളൂ. ഇനി എന്തൊക്കെ കഴിച്ചു ഹരി അറിയണ്ട. മോശായി, ചമ്മി തൊലി പൊളിഞ്ഞു പോയി. പിന്നെ നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. അമ്മായി എന്തിനാ അപ്പൊ വരാൻ പോയത്? വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെ പൂച്ചയെ പോലെ പമ്മി വരണോ? നമ്മള് പിണക്കം തീർക്കാൻ അവരറിഞ്ഞോ? കണ്ടപ്പോ മനസ്സിലായല്ലോ. അപ്പൊ ഒഴിഞ്ഞു പോയായിരുന്നില്ലേ? കാഴ്ച കണ്ടു നിന്നു. ഇത്തിരി അസൂയുണ്ട്, എനിക്കറിയാം. അവരെന്തിനാ അസൂയപ്പെടണേ? സാറ് പറഞ്ഞ ശരിയാ, അമ്മയുടെ സ്വഭാവം കുറച്ച് മൂക്കുണ്ട്. കഴുത. കൊച്ചമ്മ വിളിക്കണോ? ആരെ? സാറിനെ വേഗം വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ചെല്ല്. വാ. ഞാനില്ല, ചെല്ല്. എന്നെയല്ലല്ലോ വിളിച്ചത്. അയ്യടാ മരക്കഴുത. ആ ഹരി, ഇയാളുടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ബാംഗ്ലൂർ അടുത്ത ആഴ്ചയില്. ആ. അതിപ്പോ ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്നാണ്. എന്താ ചെയ്യണ്ടേ? ക്യാൻസൽ ചെയ്യാം, അത് തന്നെയാ നല്ലത്. എന്താ കാര്യം? ഇവരുടെ ഓർക്കസ്ട്ര ഒരു 4-5 പേരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവര് വരില്ലെന്ന്. എന്തുപറ്റി? വന്നാൽ തല്ലി കൈയും കാലും ഒടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുക. ആര്? സുധയുടെ അച്ഛനും സഹോദരന്മാരും. ആ ട്രൂപ്പിലെ ഒരാളാ, ചോദിച്ചു നോക്ക്. ഞങ്ങളൊക്കെ മദ്രാസിലുള്ളവരാ. അവിടെ ഞങ്ങളുടെ നിലനിൽപ്പ് നോക്കണ്ടേ സാർ? അവരൊക്കെ വിചാരിച്ച ഞങ്ങളെ പല വിധത്തിൽ ഉപദ്രവിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നതിനാ? ലോകത്ത് ഈ ഒരു ട്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ കൊണ്ടുതരാന്നല്ല ഒന്നാന്തരം പ്ലേയേഴ്സിനെ. പാട്ട് ഞാൻ പാടാം. ആ, അത് നിന്നോടൊന്ന് ചോദിക്കാനാ വിളിച്ചത്. അത് ശരിയാവില്ല. ഇനി എത്ര റിഹേഴ്സൽ എടുക്കണം? പിന്നെ പാട്ട് ഹരി വിചാരിക്കുന്ന പോലല്ല. എന്താ, ഞാൻ അത്ര മോശമാണോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കച്ചേരി നടത്തണ പോലെ അല്ല ഡാൻസ്. അതൊരു പ്രത്യേക പരിചയ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ വിരോധമുണ്ടോ? ഹരി, ഹരി പോയി കിടന്നോളൂ. ഞാനൊന്ന് മയങ്ങി പോയി, സോറി. എന്തിനാ വെറുതെ ഉറക്കം കളിക്കണത്? എനിക്ക് ആശ്വാസമുണ്ട്. സാരമില്ല, സാറ് വരുന്നവരെ ഞാനിരിക്കാം. ഏയ്, ദാഹമുണ്ട്. കിടന്നോളൂ, ഞാൻ എടുത്തുതരാം.
പനിയൊട്ടുമില്ല, പാദത്തിൽ ഇത്തിരി നീരുണ്ട്, കുറച്ചുള്ളൂ, നാളേക്ക് പറ്റും. ബാംഗ്ലൂരിലെ പത്രങ്ങളൊക്കെ വലിയ റൈറ്റപ്പുകൾ വന്നിട്ടുണ്ട്. സ്വപ്നസുന്ദരിയോടും പത്മാ സുബ്രഹ്മണ്യത്തോടും ഒപ്പമാണത്രേ തന്റെ സ്ഥാനം. അഭിനന്ദനങ്ങളുടെ അർഹത എനിക്കല്ല, ഹരിക്കാണ്. സംഗീതവും നൃത്തവും ആത്മാവും ശരീരവും പോലെയാണെന്ന് ഇന്നലെ എനിക്ക് ബോധ്യായി. ഇപ്പോഴെങ്കിലും അരിയെ സമ്മതിച്ചല്ലോ. തന്റെ ഈഗോ മഞ്ഞു പോലെ ഉരുകി പോയില്ലേ? ചെങ്കോലും കിരീടവും വെച്ച് ഞാൻ കീഴടങ്ങി. ഇപ്പൊ ഞാൻ ഹരിയുടെ ഒരു ആരാധിക, ദാസി, അത്രമാത്രം. ഓ, താനത്ര വിനീതൊന്നും ആകണ്ട അല്ലേ ഹരി? ഹരിക്ക് നല്ല ഉറക്കം വരണുണ്ട്. ഇനി നീ പോയി കിടന്നു, ഞാനുണ്ടല്ലോ. ഓ, എച്ചിൽ തൊട്ടിന്ന് കിട്ടിയത് വെറും മുത്തല്ല, പവിഴമുത്ത് തന്നെയാണ്.